ഹായ് ഇത് നമ്മുടെ മോർച്ചിൽ നിന്ന് കിട്ടുന്ന 1.5 പൗണ്ടിൻ്റെ സാൽമൻ്റെ തലയാണ്. ഇത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്ന് നമുക്കൊരു തലക്കറി അങ്ങ് വെച്ചേക്കാം. നന്നായിട്ട് വെട്ടി നന്നാക്കി കഴുകിയെടുത്ത് മൺചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകും ഉലുവയിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി നല്ലോണം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടേ. അപ്പോൾ ഇതങ്ങ് വഴൻ്റെ മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഉള്ളി ഇട്ടു. ഈ സവോളയ്ക്ക് വരട്ട് ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഇതിലും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ടു വഴറ്റി ഉപ്പൊക്കെ ഇട്ട് വേഗം വഴലാനായിട്ട് ഉപ്പിടുമ്പോൾ നല്ലതാണല്ലോ. അങ്ങനെ ഉപ്പ് വേഗം ഇട്ട് വഴറ്റി എല്ലാ പൊടികളും ഇട്ട് നമ്മൾ സാധാരണ ഇടുന്നല്ലോ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട്. അതുകൊണ്ടാണ് ഇത്ര അങ്ങ് ഇടുന്നത്, കാരണം പിള്ളേർക്ക് എരിവ് പറ്റത്തില്ല. ഇതെല്ലാം ഇട്ട് വെന്ത് മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് തക്കാളി അരച്ചതും കൂടി അങ്ങ് ചേർത്തു. അപ്പോൾ ഈ ചെറിയൊരു പുളിയും കിട്ടും, അതുമാത്രമല്ല കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. എന്ന് കഴിഞ്ഞിട്ട് തക്കാളി അരച്ചതും ചേർത്ത് നമ്മുടെ മീൻപുളി ഉണ്ടല്ലോ, ഈ തക്കാളി അങ്ങ് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ മീൻപുളി ഇട്ടു. ആ മീൻപുളി ഇട്ട് കറി തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ടു. ഒന്നും പറയണ്ട, എന്നെ ടേസ്റ്റായിരുന്നെന്ന് അറിയോ. ഇതുകൊണ്ടായിരിക്കും പഴമക്കാർ പറയുന്നത് അയലത്തല അളിയനും കൊടുക്കത്തില്ലാന്ന്. ഇത് അയലത്തലയല്ല, അപ്പം സാൽമൺ തലയാണ്, അതിലും ടേസ്റ്റായിരുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറും 1.5 പൗണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.